ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു വിഷയത്തെ പറ്റി ഞാൻ ഇന്നലെ ഒരു 8 മിനിറ്റ് ലോങ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത് വെച്ചായിരുന്നു. അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ മിസ്റ്റേക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ മുഴുവൻ സ്ക്രാപ്പ് ചെയ്യേണ്ടി വന്നു. സോ ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യണം എന്ന് ഓർത്തു, പക്ഷേ എനിക്കിത് ഒരു ഫുൾ സെറ്റപ്പിൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളത് ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയാനുള്ളതാണ്. സോ ഈ മുല്ലപ്പെരിയാർ ഡാം, അതുപോലെ ഡീകമ്മീഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു ഇഷ്യൂ നമുക്കറിയാം, വർഷങ്ങളായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മളിത് ഓരോ സമയങ്ങളായിട്ട് ഈ ഇഷ്യൂ പൊങ്ങി വരും, നമ്മളത് റിയാക്ട് ചെയ്യും, നമ്മളെ ആൾക്കാർ കൺസേൺഡ് ആകും, പിന്നീട് അത് ആരും അറിയാതെ വീണ്ടും താഴോട്ട് പോകും. അങ്ങനെ ഫോർ ലൈക്ക് സോ മെനി ഇയേഴ്സ് സെയിം ഒരു പാറ്റേണിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി നമുക്ക് ഈ പാറ്റേണിൽ ഈ കാര്യം മൂവ് ചെയ്യാൻ പറ്റുമോ? ഇനിയെങ്കിലും നമുക്ക് ഇതിനൊരു ആൻസർ വേണ്ട, അല്ലെങ്കിൽ ഒരു സോളിഡ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടണ്ടേ എവിടെന്നെങ്കിലും? മീൻസ് ഇനി ഇതൊരു പ്രശ്നമാകില്ല. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇത് ആരും നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ്. കേരളത്തിൽ ആരും കാര്യം നോട്ടീസ് ചെയ്തിട്ടില്ല, ഞാൻ നോട്ടീസ് ചെയ്ത് ഞാൻ പറയാം. കേരളത്തിൽ ഇപ്പോൾ കറൻ്റ്ലി സത്യമായിട്ടും വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം കറൻ്റ്ലി 2 സെറ്റ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അതായത് പീപ്പിൾ ഉണ്ട്, മീൻസ് ഒരു സെറ്റ് ഓഫ് പീപ്പിൾ വിശ്വസിക്കുന്നത് മുല്ലപ്പെരിയാർ ഒരു ത്രെറ്റാണ്, മുല്ലപ്പെരിയാർ ഒരു നാഷണൽ മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ ത്രെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു സെറ്റ് ഓഫ് പീപ്പിളുണ്ട്. മറ്റൊരിടത്ത് ഇതൊരു ത്രെട്ടല്ല, ഇതൊരു ത്രെട്ടല്ല, ഇത് പൊട്ടില്ല, അതിൽ നമ്മൾ കൺസേൺ ആകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ ടൈപ്പ് ആൾക്കാരുണ്ട്. നിങ്ങൾ ഓർക്കും, അതായത് ഇവൻ എവിടെ നിന്നാണ് ഇപ്പോൾ പുതിയൊരു ഇൻഫർമേഷനായിട്ട് വന്നത്? എവിടുന്നുമല്ല, ലൈവായിട്ട് നേരിട്ട് മനുഷ്യരിൽ കണ്ട കാര്യമാണ്. കാരണം ഒരു സെറ്റ് ഓഫ് പീപ്പിൾ കൺസേൺ ആകുമ്പോഴത്തേക്കും ഒരു സെറ്റ് ഓഫ് പീപ്പിൾ കൺസേൺ അല്ല. ഇന്നലെ ഞാനൊരു ഷോട്ട് ചെയ്തിരുന്നതിനെക്കുറിച്ച്. സോ കൺസേൺ അല്ല. നമുക്കറിയാം, ഈ ഒരു റസൽ ജോയി സാറിൻ്റെ വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടാണ്. അതിൽ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസായിട്ട് കൃത്യമായിട്ട് ഇതിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ആ വീഡിയോ വൈറലായിട്ട് പോലും ഒരുപാട് പേര് കൺസേൺ അല്ല. കാരണം ഞാൻ ഇന്നലെ എൻ്റെ കോളേജിൽ പോയിട്ടും അല്ലെങ്കിൽ ആ ഒരു കോളേജിലോട്ട് പോകുന്ന വഴിക്കുണ്ട് ഒരുപാട് കോൺവെർസേഷനിൽ മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിനെ കാണുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. മീൻസ് ഇത് എപ്പോഴും വരുന്നൊരു വാർത്തയാണ്, ഇന്ന് വരും, അടുത്ത വർഷം വരും, വീണ്ടും വരും, വാർത്തകൾ വരും. പക്ഷേ സത്യതല സുഹൃത്തുക്കളെ, നാളെ അടുത്ത വർഷം നമ്മൾ കാണുമെന്നുള്ളതാണ്. ഈ വാർത്ത ഇങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റും, പക്ഷേ അടുത്ത വർഷം നമ്മൾ കാണുക. കാരണം ഈ ഒരു റസൽ ജോയി സാറിൻ്റെ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ എത്രത്തോളം ഒരു ഡേഞ്ചറസ് ആണ് ഈ ഒരു ഡാം എന്നുള്ളത്. ആ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ ഒരു കേരളത്തിൽ 90% ആൾക്കാർ അണ്ടർസ്റ്റാൻഡ് ചെയ്തെങ്കിലും ഒരു 10% ആൾക്കാർ ഇനിയും അതിൽ കൺസേൺ അല്ല. പക്ഷെ അവരും കൺസേൺ ആവണം, കാരണം ഇത് നമ്മുടെ ഓരോരുത്തരുടെ ജീവന പ്രശ്നമാണ്. പിന്നെ കുറച്ച് പേര് പറയുന്നത് കേട്ടു, എന്തായാലും മരിക്കും, നമ്മളെല്ലാവരും മരിക്കും, അങ്ങനെ പറയുന്നത് കേട്ടു. സോ അതൊരു നല്ല കാര്യമല്ല സുഹൃത്തുക്കളെ. കാരണം ഇതിന് ജെനുവനായിട്ട് കൺസേൺ ആയിട്ടുള്ള, ഞാൻ ഇതിൻ്റെ ഷോർട്സിൽ പറഞ്ഞിരുന്നത്, ജെനുവനായിട്ട് ഈ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണം അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരെ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്റ്റേറ്റിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് സുഹൃത്തുക്കൾ. അതായത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എങ്ങാനും ഈ മുല്ലപ്പെരിയാർ പൊട്ടുകയാണെങ്കിൽ ആ ഒരു ഇത് നമ്മുടെ വീഡിയോ കണ്ടതാണ്, മറ്റേ റസൽ ജോയി സാറിൻ്റെ വീഡിയോ കണ്ടതാണ്. ഇത് ഒരുപാട് എന്താ പറയുക, ഈ വെള്ളം വരുന്ന ആ ഒരു പ്രശ്നത്തിലുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, തിരിച്ച് കടലിൽ നിന്ന് തിരിച്ച് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ എലാബറേറ്റ് ചെയ്തിട്ടില്ല, എങ്കിലും ഞാനത് പറയാം. അതായത് ഈ ഒരു ഒറ്റയടിക്ക് വെള്ളം അവിടെ നിന്ന് പൊട്ടുമ്പോഴത്തേക്കും അവിടെ വാക്യൂം ആകുകയും പുറത്തുനിന്ന് എയർ അങ്ങോട്ടേക്ക് അടിച്ച് കയറുകയും ചെയ്യുന്നു. സോ അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. സോ അതും ഒരു കൺസേൺ ഉണ്ടാവേണ്ട കാര്യം തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ, പിന്നെ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റേ ക്രൂഡ് ഓയിൽ റിസർവ് ആവാൻ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും എന്താ പറയുക, കടലിലോട്ട് ഈ ഓയിൽ പോവുകയും അവിടുത്തെ എന്താണ് ഓഷ്യനിലുള്ള ആനിമൽസിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഫിഷസ്, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുടെ പ്രശ്നങ്ങളും, അങ്ങനെ മൊത്തത്തിലൊരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ആണിത്. സോ ആ ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂവിനെയാണ് കുറച്ചൊക്കെ, എല്ലാവരും അല്ല, ഒരു വളരെ ചുരുക്കം ചില മലയാളികൾ പറയുന്നത് ഇതൊരു ഇഷ്യൂ അല്ല, ഇത് നത്തിങ് നമ്മൾ കൺസേൺ ആവേണ്ട ആവശ്യമില്ല, ഇത് മരിക്കുവാണെങ്കിൽ ഞാനും എല്ലാവരും മരിക്കൂടാ, അതുകൊണ്ട് നമ്മളിതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നമ്മൾ തള്ളിക്കളയേണ്ട കേസല്ലല്ലോ ഇത് നമ്മുടെ സംസ്ഥാനത്തിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. സോ ഇതിലെല്ലാവരും കൺസേൺ ആകുക, എല്ലാവരും മാക്സിമം പുഷ് ചെയ്യുക. അടുത്ത കൊല്ലത്തേക്ക് പുഷ് ചെയ്യാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുത്. അടുത്ത കൊല്ലം അടുത്ത് നമ്മൾ വീണ്ടും മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുക, അങ്ങനെ വരരുത്. ഈ ഇയറിൽ ദിസ് ടൈം ഇപ്പം തന്നെ നമ്മളിത് മാക്സിമം എത്തോളം പുഷ് ചെയ്യാവോ ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ആയിട്ട് മാറ്റുക. നമുക്ക് വേണ്ട സേഫ്റ്റി നമ്മൾ പിടിച്ചു മേടിക്കുക. അല്ലാതെ നമുക്ക് ആരും സേഫ്റ്റി കൊണ്ട് ഇങ്ങനെ തരത്തില്ല. നമുക്ക് സേഫ് ആണെങ്കിൽ നമ്മളതിന് പ്രയത്നിക്കണം. നിങ്ങൾ എല്ലാവരും ഇതുപോലെ പറ്റുന്നവരൊക്കെ ഇതിൽ വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക, നമ്മൾ മാക്സിമം ഇത് പുഷ് ചെയ്യുക. പുഷ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തിലൂടെ നമുക്ക് വേണ്ട സേഫ്റ്റി നമ്മൾ പിടിച്ചു മേടിക്കുക. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ നമുക്ക് ആരും സേഫ്റ്റി വേണമെന്ന് ഇട്ട് തരത്തില്ല. സുഹൃത്തുക്കളെ,
അപ്പോൾ എല്ലാവരും ഇന്നോട്ട് തന്നെ ഇത് ചെയ്യുക. കാരണം അടുത്ത കൊല്ലം അത് കഴിഞ്ഞുള്ള കൊല്ലം നമുക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. എത്ര കൊല്ലം നീണ്ടുപോകും ഇങ്ങനെ? എത്ര കൊല്ലം നമ്മളിങ്ങനെ നീണ്ടുകൊണ്ട് പോകും? ഞങ്ങളുടെ സേഫ്റ്റി ഞങ്ങളുടെ സേഫ്റ്റി ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ സേഫ്റ്റി വേണം. യെസ്. അപ്പം ഇന്നത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ വീഡിയോ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിൽ ചില മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് എനിക്കത് സ്ക്രാപ്പ് ചെയ്യണം വന്നത്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് നിങ്ങൾ മാക്സിമം പുഷ് ചെയ്യുക. ഇഷ്യൂ നിങ്ങൾ മാക്സിമം പുഷ് ചെയ്യുക. കാരണം നമ്മുടെ നിലനിൽപ്പിൻ്റെ കുഴപ്പമാണ്. സോ മാക്സിമം പുഷ് ചെയ്യുക.